വോയേജ്. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ദീപാവലി വരുവാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. മിൽക്ക് പൗഡർ കൊണ്ടുള്ള ഒരു പേടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് പാലും പാൽപ്പൊടിയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി പേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇപ്രാവശ്യം ദീപാവലിക്ക് ഇതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ദീപാവലി വിഷസ് അറിയിക്കുന്നു. അപ്പൊ നമുക്ക് മിൽക്ക് പേട ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ അതിനുവേണ്ടി 2 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് 250 ml മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുള്ളതാണ്. മിൽക്ക് പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ക്രീം മിൽക്ക് പൗഡർ തന്നെ പേട ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാരയാണിത്. 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിൻ്റെ കൂടെ ഒരു 3 ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അത് കുക്ക് ചെയ്തെടുക്കാൻ പോവാണല്ലോ. പിന്നെ കുറച്ച് ബദാം ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ അത് എടുക്കാം. പിസ്ത അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് വേണം, കുറച്ച് നെയ്യ് വേണം. പേട ഉണ്ടാക്കാൻ പോകുന്ന പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. അതിനു മുമ്പ് നമുക്ക് പാലും പാൽപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരു നല്ല ക്രീമി ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഒക്കെ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പാലും പാൽപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം. ഫ്ലെയിം ഇനി ഏറ്റവും ലോയിലേക്ക് വെച്ചിട്ടാണ് ഇനി പാൻ വെക്കുന്നത്. നമ്മൾ ഈ പേട ഉണ്ടാക്കി തീരുന്നവരെ ഫ്ലെയിം ഏറ്റവും ലോയിൽ തന്നെ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാൻ ഇപ്പോൾ ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ. അതുപോലെ ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല. ഇനി ഇതൊന്ന് പതുക്കെ തിക്കായി തുടങ്ങും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ പാനൊക്കെ നന്നായി ചൂടായി. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പതുക്കെ തിക്കാവാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം ഇവിടെ കുറച്ചൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ഒരു പകുതി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് പഞ്ചസാര നന്നായി മിക്സായി ഇനി ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിൻ്റെ കൂടെ ഒരു 3 ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്. ഏലക്ക പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പഞ്ചസാരപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മുടെ പേട നല്ല ക്രീം കളർ ആയതുകൊണ്ട് ഏലക്കയുടെ കറുത്ത തരി ഉണ്ടെങ്കിൽ അതിങ്ങനെ തെളിഞ്ഞു കാണും. അപ്പം അരിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഒന്ന് അയഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് തന്നെ തിക്കായിക്കോളും. ഇനി ഈ മിക്സ്ചർ നന്നായിട്ടൊന്ന് കുറുകി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം എത്തണം. അപ്പം ആ സമയം വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് നമ്മുടെ മിക്സ്ചർ പെട്ടെന്ന് തന്നെ തിക്കായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു ഡൗ പോലെ നന്നായിട്ട് ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് കളിക്കുന്ന ഒരു പരുവം ആയി തുടങ്ങിയിട്ടുണ്ട്. പേടയുടെ മാവ് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടു വന്നും തുടങ്ങി. അതുപോലെ പാൻ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ. അപ്പം ഇതാണിപ്പോൾ കറക്റ്റ് സമയം. പരുവം എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഒരു സ്പൂണിൽ നമുക്ക് കുറച്ചൊന്നും ഇവിടെ മാറ്റി വെക്കാം. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് തണുക്കും. അപ്പം നമുക്കൊന്ന് ഉരുട്ടി നോക്കണം. കയ്യിൽ ഇത്തിരി നെയ്യ് പരട്ടിയിട്ട് വേണം നമ്മളതൊന്ന് ഉരുട്ടി നോക്കാനായിട്ട്. ഇതിൻ്റെ സമയം കൂടുതലായി പോയി കഴിഞ്ഞാൽ
പേട കുറച്ച് ബലം വെക്കും, അതുപോലെ ഒരു കുറച്ച് ച്യൂയി ആയിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് തന്നെ വാങ്ങണം. നമുക്കിതൊന്ന് കയ്യിൽ നെയ്യ് പറ്റിയിട്ട് നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. ഇതിപ്പോൾ കറക്റ്റ് പരുവാണിത്. ഇതുപോലെ ഒന്ന് ബോളായിട്ട് വന്നാൽ മതി. ഇതുപോലെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ബോളായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇത് ഈ പ്ലേറ്റിലിരുന്ന് കുറച്ചൊന്ന് തണുക്കണം. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവം എത്തുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ ഇതിവിടെ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചൂടേ ഉള്ളൂ. നമുക്ക് ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചൊന്ന് ഒരു സ്പൂണിലൊന്ന് നെയ്യ് തടവിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇന്നിവിടെ ഈ പേട റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു 8 മിനിറ്റ് സമയമാണ് വേണ്ടി വന്നത്. അപ്പോൾ ഒരു 8 മുതൽ 10 മിനിറ്റിനുള്ളിൽ എന്തായാലും പേട റെഡിയായി കിട്ടും. പിന്നെ ആ പരുവം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നമുക്ക് കയ്യിൽ നെയ്യ് തടവിയതിന് ശേഷം നമുക്കിത് നല്ല ഷേപ്പാക്കി ഉരുട്ടിയെടുക്കാം. നമ്മളിപ്പോൾ ഇതൊരു ചെറിയ ചൂടോട് കൂടിയാണ് ഉരുട്ടിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഷേപ്പിലാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേടയുടെ ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വിരലും കൊണ്ടൊന്ന് ഇവിടെ അമർത്താം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഷേപ്പിലുള്ള പേട റെഡിയായി. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അടുത്തൊരു ബോൾ എടുത്ത് നമുക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുക്കാം. ആ ടെക്സ്ചർ നല്ല സ്മൂത്ത് ആവുന്ന വരെ നമ്മൾ ഉരുട്ടി കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പരത്താം. പരത്തിയതിന് ശേഷം നമുക്കത് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 2 വിരൽ വെച്ചിട്ട് എന്നിട്ട് ഈ 2 സൈഡും ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഹൈറ്റിലുള്ള ആ ഒരു ഷേപ്പ് കിട്ടും. കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിലുള്ള പേടയാണ് കിട്ടാറുള്ളത്. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് പേടയും റെഡിയായി. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചധികം ഈ പേടയുടെ ഈ ഒരു മിക്സ്ചർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് കയ്യിൽ തടവി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ കയ്യിലേക്ക് കണ്ടമാനം ഒട്ടിപ്പോവും. ഇനി ഇത് നമ്മളൊന്ന് നീളത്തിലൊന്ന് പരത്താൻ പോവുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നീളത്തിൽ പരത്തിയെടുക്കാം. പ്ലേറ്റിൽ തന്നെ ഇട്ടൊന്ന് ഉരുട്ടി കഴിഞ്ഞാൽ നല്ല ഷേപ്പായിട്ട് വരും. നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറും വരും. കുറച്ചൊന്ന് കളയട്ടെ കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ 5 പീസ് ഇങ്ങനെ നീളത്തിലുള്ള പേട കിട്ടി. ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ഷേപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ അങ്ങനെ 3 ഷേപ്പിലുള്ള പേട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള പേടയൊക്കെ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഈ ഹൈറ്റുള്ള ഈ ഒരു ഷേപ്പിൽ. നമ്മളിപ്പോൾ ഈ പേട ഉരുട്ടുന്ന സമയത്തൊക്കെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളപ്പോൾ അതുകൊണ്ട് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതൊരു 10-20 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ശരിക്കും ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഒന്ന് ഉറയ്ക്കും. നല്ല ഫേം ആയിട്ടിരുന്നോളൂ. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പേട എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ നോക്കി ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ കാണിച്ചാൽ മതി. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് താന്നു പോകുമല്ലോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ചില്ല് ഗ്ലാസിൻ്റെ അടിയിൽ ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ വെച്ചിട്ട് നമുക്കിതുപോലെ പേടയ്ക്ക് ഡിസൈൻ കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും ഡിസൈൻ കൊടുക്കാം. ഫോർക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പം ആ ഡിസൈൻ അതിൽ വരും.
ഇപ്പം നമ്മൾ ഡിസൈൻ കൊടുത്തത് കണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ? നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അത് വെച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഇതിൽ കുറച്ച് നട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പേടയൊക്കെ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, നട്ട്സ് ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്തു. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 18 പേടയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതേ ഷേപ്പിലാണ് എല്ലാം ഉരുട്ടുന്നെങ്കിൽ ഒരു 18 കിട്ടില്ല, ഒരു 16 17 കിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അത് കുറച്ച് ക്വാണ്ടിറ്റി മതി അതിന്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ 18 എണ്ണം കിട്ടി. അപ്പൊ ദീപാവലി ഇങ്ങ് അടുത്തെത്താറായി. എല്ലാവരും ഇതുപോലെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാം. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.